അങ്ങനെ ചെടികളൊക്കെ നമ്മൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനി കലാപരിപാടികൾ തുടങ്ങാൻ പോവാണ്. ലാവി ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ ലാവിക്കുട്ടി മാത്രമല്ല, ലിയോയും നോക്കി നിൽക്കുന്നുണ്ട്. ഇവർക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇത് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. തൽക്കാലം ലിയോ ലാവിനെ എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മയും രോഹിത്തും റീപോർട്ടിങ്ങിൻ്റെ പരിപാടി ചെയ്യുകയാണ് കേട്ടോ. അവരെ വെറുതെ അഴിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എല്ലാ ചെടികളും ഒറ്റയടിക്ക് നശിപ്പിക്കും. അതുകൊണ്ട് അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു. ലാവിയുടെ ഇരുത്തം എത്ര ശരിയല്ല, എന്തോ ഒരു പന്തികേടുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സെൽഫി എടുത്തത് ലാവിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നാമതേ രണ്ടുപേരും ഞാൻ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ സെൽഫിയും കൂടി എടുത്തപ്പം ലാവി എന്നെ തെറി വിളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു സർപ്രൈസ്, ഞങ്ങൾക്കല്ല അമ്മയ്ക്ക്. ഇതെന്താ സംഭവം എന്ന് നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ഈ വീട്ടിൽ എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും ആദ്യം അൺബോക്സ് ചെയ്യേണ്ടത് ആരാണ്? ലാവിക്കുട്ടി. അതുകൊണ്ട് രോഹിത് അൺബോക്സ് ചെയ്യാൻ പോയപ്പോൾ ലാവി ഒരു സൗകര്യവും കൊടുത്തില്ല. അവസാനം ലാവിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. സംഭവം നമ്മൾ ചട്ടികളൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ബ്ലിങ്കിറ്റും സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് അതേപോലത്തെ ആപ്പുകളൊക്കെ ഉള്ളത് എന്ത് ഉപകാരമാണെന്ന് അറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച് ചെയ്യാനിരിക്കുമ്പോൾ പല സാധനങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ഇതേപോലത്തെ ആപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച സാധനങ്ങൾ 10 മിനിറ്റിൽ നമ്മുടെ വീട്ടിലെത്തും. അപ്പോൾ ഇതൊക്കെ ബ്ലിങ്കിറ്റ് വഴി വാങ്ങിച്ച സാധനങ്ങളാണ്. അങ്ങനെ നമ്മൾ ഓരോ ചെടികളായിട്ട് നട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചെടി രോഹിത്തിൻ്റെ ഫേവറേറ്റാണ്. രോഹിത്ത് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് രോഹിത്ത് തന്നെയാണ് ഇത് നടുന്നത്. പക്ഷേ ഇവിടെ ലാവിയുടെ ഇരുത്തം കണ്ടോ, എല്ലാം ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. അവസാനം അമ്മ ടയേർഡായപ്പോൾ അമ്മ ലിയോ ലാവിയുടെ കൂടെ ഇരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് കണ്ട് ലിയോ ഉറങ്ങിപ്പോയിട്ടോ. ശരിക്കും അവർ ഉറങ്ങിപ്പോയി. ഇതേ കണ്ടോ, എന്ത് രസമായിട്ടാണ് ലിയോ ഉറങ്ങുന്നത്. ലാവിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തൊക്കെയാണ് ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ സന്ധ്യയായപ്പോൾ ഞങ്ങൾ കലാപരിപാടികൾ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ഒരു മഴയും കൂടി പെയ്തപ്പോൾ ഉണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളുടെ മുറ്റമൊക്കെ കാണാൻ. കുറേ ചെടികളൊക്കെ ആയിട്ട് ക്രോട്ടൺ ഉണ്ട്, മഞ്ഞ ചെമ്പരത്തി, തെച്ചി, പീസ് ലില്ലി, ഫേൺ, പിന്നെ ചൈനീസ് ബാൽസം. ഈ മഞ്ഞപ്പൂവിൻ്റെ പേര് ഗാൽഫീനിയ എന്നാണ്. ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇത് റോക്കി മൗണ്ടൻ ജുനിപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ സിൽവർ കളറാണ് നമ്മൾ മേടിച്ചത്. പിന്നെ ടെക്കോമ ഉണ്ട്, പിന്നെ ബോൺസായി മേടിച്ചു, കുറ്റി മുല്ല മേടിച്ചു, ബിഗോണിയ വാങ്ങിച്ചു. പിന്നെ ഇത് ഇത് ഓൾറെഡി ഈ വീട്ടിലുള്ള സാധനമാണ്, പുതിയതായിട്ട് നമ്മൾ വാങ്ങിച്ചതല്ല. പിന്നെ നാഗചെമ്പകം, പ്ലുമേറിയ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയില്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് പാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ കാറ്റ്ലോ മേടിച്ചിട്ടുണ്ട്. അതൊരു വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ വീട്ടിൽ വളർത്തണമെന്നുള്ളത്. പിന്നെ ഇത് നമ്മുടെ ലേക്കുട്ടൻ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ചെടിയുടെ വിശേഷങ്ങൾ. ബൈ.